സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ വോൾട്ടേജ് നമ്മൾ കൊടുക്കണത് കൂട്ടി കിട്ടാനാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നടക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. ഇപ്പോൾ രണ്ട് പാർട്സ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. ഇപ്പം നമ്മളത് ഈ 250 കൊടുത്തപ്പോൾ 300 ആയി. ഇവിടെ നമ്മൾ ചേഞ്ചിങ് AC കറണ്ട്, ഓൾട്ടർനേറ്റീവ് കറണ്ട് കൊടുക്കുമ്പോൾ ഇതിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് ഇതിനും ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താവും, ഇവിടെയും അതിൻ്റെ അനുസരിച്ച് കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് പ്രൈമറിയിൽ ടേൺസ് കുറവായിരിക്കും, സെക്കൻഡറിയിൽ ടേൺസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്തുണ്ടാവുക, ഇതിലത്തെ ഇപ്പോൾ ഇതിൻ്റെ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും പവർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത വോൾട്ടേജും കാട്ടി കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക. അപ്പോൾ കറണ്ട് പ്രൈമറിയിലായിരിക്കും കൂടുതൽ, കാരണം വോൾട്ടേജ് കുറവാണ്. അവിടെ സെക്കൻഡറിയിൽ എന്താണ് നമുക്ക് വോൾട്ടേജ് കൂടുതൽ കിട്ടിയില്ലേ, അപ്പോൾ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈമറിയിലായിരിക്കും തിക്നെസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ നീങ്ങിയൊക്കെ ഇവിടെ ഈ ഇത് കൂടുതൽ നമുക്ക് കിട്ടി. ഇതാണ് സ്റ്റെപ്പ് അപ്പ്. വേറെ ഉള്ളതാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് വെച്ചാൽ നമുക്ക് വോൾട്ടേജ് കുറച്ച് കിട്ടാറ്.